കുറേ നാളത്തെ ആഗ്രഹമാണ് ഫോർട്ട് കൊച്ചി പോകണം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എറണാകുളം ബോട്ട് കിട്ടി നമുക്ക് ബോട്ടിൽ പോകാം, അതാകുമ്പോൾ നമ്മുടെ ബോട്ട് സവാരി നടക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ദേ ഇവനെ കണ്ടത്. ഇവൻ എന്നോട് പറഞ്ഞു, ചേച്ചി 8 ദിവസം കൈ കിടക്കുമെന്ന് പറഞ്ഞിട്ട മൈലാഞ്ചിയുടെ കറ മൊത്തം എൻ്റെ വൈറ്റ് ബാഗിലായി. മഴ കാരണം അത് ഉണങ്ങിയിട്ടുമില്ല ഇതുവരെ ഞാൻ കഴുകിയിട്ടിട്ട്. അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ കുറച്ച് പട്ടിഷോയൊക്കെ കഴിഞ്ഞ ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലേക്ക് വരികയാണ്. സത്യം പറയാനുണ്ടല്ലോ, ഒരാൾക്ക് 6 രൂപയുള്ളൂ ഫോർട്ട് കൊച്ചി വരെ പോകുന്നതിന്. അങ്ങനെ ബോട്ടിലൊക്കെ കയറിയിരുന്ന് നല്ല സൈഡ് വ്യൂ ഒക്കെ കിട്ടി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, നല്ല മഴയൊക്കെ കിട്ടി. ഞങ്ങൾ ആസ്വദിച്ച് ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും വളരെ തിരക്ക് കുറവാണ്. പിന്നെ അതാ ഒരു കപ്പിൽ പോകുന്ന കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോകുന്ന കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് അമ്മയുടെ സ്ഥിരം പരിപാടിയാണ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത്. അടിച്ചിട്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് മീൻ പിടിക്കുന്നത് കണ്ടു. മീൻ പിടിക്കുന്നത് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് ഈ മീൻ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരം ഹരമാണ്. സോ അമ്മ അത് കാണാൻ പോയി. അങ്ങനെ ഞാനൊരു മൊഹിറ്റോയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊഹിറ്റോയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നല്ല ചീനവല പൂക്കുന്നത് കണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഫോട്ടോ വെച്ച് വന്നിട്ട് ഇത് കണ്ടിട്ടില്ല, കാരണം കാണാൻ നിന്നിട്ടില്ല, നമുക്കത് ക്രേസ് ഇല്ലല്ലോ. പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് ബീച്ചിൽ ഇറങ്ങാവുന്നതാ. ഇതാണ് ബീച്ചിൻ്റെ അവസ്ഥ, ഇറങ്ങാനേ പറ്റില്ല. പിന്നെ ഒരു മാങ്ങയും പൈനാപ്പിളും തിന്ന് ഇങ്ങനെ നടന്ന് താണ്ട് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, എന്താ രസമെന്നറിയോ കാണാനായിട്ട്. ആ ഒരു തണുത്ത കാറ്റ് വീശും, പിന്നെ വലിയ തിരക്കില്ല, നല്ല അട്ടുമല കടലൊക്കെ നല്ല എരമ്പി നിൽക്കുകയാണ്. പിന്നെ ഈ കളർ കണ്ടിട്ട് ഞാനൊരു മാങ്ങ തിന്നു, നല്ല കാറ്റും കടലും ഒക്കെ കണ്ട് ഇങ്ങനെ രസിച്ച് നിന്ന് കഴിച്ചു. പിന്നെ പോകാൻ നേരത്ത് അമ്മയ്ക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. ചായ കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അത് വേണ്ട, അമ്മയ്ക്ക് ഷാർജ, പിന്നെ അമ്മ ഷാർജ ചുടിച്ചു. ഞാൻ നല്ല ചൂട് ചായ കുടിച്ചു. ക്ഷീണം മാറ്റാൻ ഓട്ടോയിൽ കയറി ബോട്ടിൽ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ പിന്നെ ബോട്ടിൽ കയറി മറൈൻ ഡ്രൈവ് ഇറങ്ങി ഒരു ചായയും ഒരു കോഫിയും ഒരു വടയും ഒരു ചീസ് കേക്കും കഴിച്ച് തിരിച്ചു ബസ്സിൽ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.